ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിളിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ UP-യിൽ ഞങ്ങളുടെ ഒപ്പം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറുടെ മകളുടെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് പോകണം. ഇന്ന് ആൽവിനുണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ ഞങ്ങൾ ഫാമിലി അങ്ങനെ അവിടെ എൻഗേജ്മെൻറ്റിനായിട്ട് പോകണം. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെയും ഒത്തിരി ടീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് നമ്മൾ പോകുന്നത് അങ്കമാലിയിലേക്ക് കേട്ടോ. അങ്കമാലി ചെന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പം അങ്ങോട്ടേക്ക് പോകണം. പോന്ന് അന്നമനയുടെയൊക്കെ കഴിഞ്ഞ് മൂഴിക്കുളം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലിയിൽ കാർണേഷൻ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ഫങ്ഷൻ. അപ്പം അങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആൽവിനും അഞ്ജലിയൊക്കെ ഉണ്ട്. അഞ്ചു അവരുണ്ടിരുന്ന ബാക്കിൽ, ചേട്ടൻ ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട്. ഇനി എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളതൊന്ന് പയ്യെ പയ്യെ നോക്കി കണ്ടുപിടിക്കണം. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് പരിസരത്ത് എവിടെയോ ആണ്. ലൊക്കേഷനൊക്കെ വെച്ച് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യട്ടെ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 11 മണിക്ക് കേട്ടോ. അപ്പൊ ഇപ്പം സമയത്ത് 10:51. നമ്മൾ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ട്. 10:51. ഈ ഒരു ഹോളിൽ വെച്ചിട്ടാട്ടോ ഇന്നത്തെ ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മണവാട്ടിക്കുട്ടിയുടെ അമ്മ. പിന്നെ ചേട്ടൻ്റെ അങ്ങേ സൈഡിൽ നിൽക്കുന്നതാണ് നമ്മുടെ മണവാട്ടിക്കുട്ടിയുടെ പപ്പയും അതുപോലെ തന്നെ ബ്രദറും. പിന്നെ ഞങ്ങളുടെ ഒപ്പം UP-യിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറും സാറും അവരുടെ ഫാമിലിയും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണവാട്ടിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. മണവാട്ടിയുടെ പേരാണ് ബ്ലെസ്സി. അപ്പോൾ ബ്ലെസ്സി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, ഹായ്. ഇതാണ് നമ്മുടെ മണവാട്ടിക്കുട്ടി. കഴിഞ്ഞാ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാ? സെറ്റായി, റെഡിയായി.
ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിഫോർ ടൈം തന്നെ എത്തിയെന്ന് പറയാം. അപ്പോൾ മണവാട്ടിക്കുട്ടി ഇവിടെ റെഡിയാണ്. എങ്കിലും 11:15 കൂടിയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോള്. നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഹോളായിരുന്നു. ഞങ്ങൾ ടേബിളിന്റെ ചുറ്റിരുന്ന് കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഫ്രണ്ട്സൊക്കെ എത്താനൊക്കെ ആയിട്ട് ഫംഗ്ഷൻ ആരംഭിക്കുന്നവരെ കിട്ടിയ സമയത്തൊക്കെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വെള്ളമൊക്കെ കുടിക്കണം, ജ്യൂസൊക്കെ കുടിക്കണം എന്ന് തോന്നിയപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയതാ. ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ അങ്ങനെ എടുത്ത് കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സ് ഇനിയും വരാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ വഴിയിലാണ്, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞ് ഫോണൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ. അപ്പതേ നമ്മുടെ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. ബ്ലെസ്സിയും ജെറിനും അവരുടെ പാരൻസും ഒക്കെ ആയിട്ട് ഇതാ ഹാളിന്റെ ഉള്ളിലേക്ക് നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവർ വരുന്നതൊക്കെ ഒന്ന് കാണാം. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ജെറിന്റെ പാരൻസുമായിട്ട് മുന്നിൽ എത്തുന്നുണ്ട്. അതിന്റെ തൊട്ട് പുറകെ തന്നെയായിട്ട് ബ്ലെസ്സിയുടെ പാരൻസുമായിട്ട് വരുന്നുണ്ട്. ബ്ലെസ്സിയുടെ ബ്രദറും ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാട്ടോ 12th വരെ പഠിച്ചത്. പിന്നെ ബ്ലെസ്സിയുടെ മമ്മി ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടീച്ചറുമായിട്ടൊക്കെ നല്ല കണക്ഷനാണ്. ടീച്ചറും ടീച്ചറുടെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതാ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും കുറച്ച് സമയം ഇരുന്ന് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു കേട്ടോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ബോധപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ ദിവസത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന സംരക്ഷിക്കുന്ന ദൈവത്തിന് സകലമാനവും ബോധവുമായി അർപ്പിക്കുന്നു. കർത്താവദാസൻ എല്ലാവരെയും വെൽക്കം ചെയ്യുവാനിടയായി എങ്കിൽ ഞാൻ ഒറ്റവാക്കിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൂരത്തു നിന്നും ചാരത്തു നിന്നും കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോഴേക്കും എന്താ നമ്മുടെ 3-4 ടീച്ചേഴ്സും കൂടി എത്തിയിട്ടുണ്ട്. അവരവരുടെ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സമയം ഹാളിൻ്റെ ഉള്ളിലിരുന്ന് ഫംഗ്ഷനൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മ്യൂസിക്കൊക്കെ ഓണാട്ടോ. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിനുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സോങ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യാത്തതായിട്ടോ. നമ്മൾ വേറെ മ്യൂസിക് ഇട്ടിരിക്കുന്നത്. പിന്നെ അതാ എല്ലാവരും ഇവിടെ നിന്ന് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് വന്ന് എല്ലാവരെയൊക്കെ കണ്ട് വിഷ് ചെയ്ത് അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ UP-യിലെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുവിധം എല്ലാവരെയും കാണാം. നമ്മുടെ അഖില ടീച്ചർ, സൗമ്യ ടീച്ചർ, ബീന ടീച്ചർ, പിന്നെ നമ്മുടെ JP സാറ്, സുമ ടീച്ചർ, പ്രീത ടീച്ചർ, ഇവരൊക്കെ നിങ്ങൾക്കിവിടെ കാണാം കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ JP സാറിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയായിരുന്നു. അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ അവരെന്താ ഇവിടെ വന്നിട്ടുണ്ട്. അവരാട്ടോ ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഡേവിസ് സാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവരൊക്കെ കാണാൻ പറ്റി. ഇതാ വരുന്നത് നമ്മുടെ ആഷ്ന ടീച്ചർ, പിന്നെ ഗീത ടീച്ചറുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാം കേട്ടോ. അവരൊക്കെ ഫാമിലിയായിട്ട്, കൂടുതൽ പേരും ഫാമിലി ആയിട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആൺകുട്ടികളുടെ സെറ്റ് കാണാം. അപ്പോൾ അവരൊക്കെ ഫ്രണ്ട്സായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ അവരെല്ലാവരും പഠിച്ചിറങ്ങിയവരട്ടോ. അപ്പോൾ ഇപ്പോൾ പലരും പഠിക്കുന്നു, ചിലർ ജോലി ചെയ്യുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കണ്ടുമുട്ടി ഇപ്പോൾ അവർ ഒരുമിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ വന്നിരിക്കുന്ന സാറുമാരെല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തതാ ഞങ്ങളുടെ സെറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ. പിന്നെ അഞ്ജുവിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗ്രീൻ സാരി എടുത്തിട്ട് നിൽക്കുന്ന ടീച്ചർ അഞ്ജുവിനെ പണ്ട് ഭരതനാട്യമൊക്കെ പഠിപ്പിച്ച, ഡാൻസ് ഒക്കെ പഠിപ്പിച്ച ടീച്ചറാട്ടോ. അപ്പോൾ അങ്ങനെ ടീച്ചർ ഇപ്പോൾ റിട്ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് എന്നാലും ടീച്ചർ ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവരെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റി. അപ്പോൾ വലിയ സന്തോഷം. ഒത്തിരി നാളെത്തി ഒത്തിരി പേരെ നമുക്ക് കാണാനൊക്കെ ഈ ഫംഗ്ഷന് സാധിച്ചു കേട്ടോ. ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കുറച്ച് ഫാദേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ ഫംഗ്ഷന്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നിന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ സ്നാക്സ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഫംഗ്ഷൻ അവിടെ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. പിന്നെ ഇന്ന് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഫംഗ്ഷൻ അല്ല, ജസ്റ്റ് 1 hour ടൈമിന്റെ ഫംഗ്ഷൻ ആട്ടോ. അപ്പോൾ അത് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്ത് തന്നെ കസേരയൊക്കെ വട്ടത്തിലിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ലിസി ടീച്ചറും ഐ ടീച്ചറും ഒക്കെ എത്തിയിട്ടുണ്ട്. ഐശ്വര്യ ടീച്ചറും ഗോപ സാറും എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും
ഒരുവിധം എല്ലാവരും നല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദേ ഒരുമിച്ചിരുന്ന് വർത്താനം പറയട്ടെ. ആവശ്യം നല്ല വലിയൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾ ലേഡീസൊക്കെ ഇവിടെ ഒരു സൈഡിലും സാറുമാരെല്ലാവരും അങ്ങ് ദൂരെ വേറൊരു സൈഡിലും നിന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടിയ ചാൻസ് കളഞ്ഞില്ല. കുറെ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ റിട്ടയർഡ് ആയ ടീച്ചേഴ്സിനെ അവരെയൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ ബസ്സിലത്തെ ഗ്രൂപ്പും അപ്പൊ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ കസേരയൊക്കെ ഇങ്ങനെ വട്ടത്തിലിട്ടിരുന്ന് ഒത്തിരി നേരം വർത്താനം പറഞ്ഞു. സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ബസ്സിലത്തെ ആ ഒരു ഫുൾ ടീം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞങ്ങളുടെ ഗ്രൂപ്പ് ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നതും വർത്താനം പറഞ്ഞ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒരു ഇതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഫോട്ടോ സെഷന്റെ ടൈമാണ്. അപ്പോൾ അവിടെ അവര് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളുടെ ടേണിനായിട്ട് ഞങ്ങളിങ്ങനെ ലൈനിൽ നിൽക്കണം കേട്ടോ. അപ്പൊ ഫോട്ടോ എടുക്കേണ്ടവരൊക്കെ ഇങ്ങനെ ലൈനിൽ നിന്ന് ഫോട്ടോയ്ക്ക് ആയിട്ട് സ്റ്റേജ് മേലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പാണ്. അപ്പൊ എല്ലാവരെയും കൂടെ സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരെയും പറ്റുന്ന പോലെയൊക്കെ അവര് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഫോട്ടോയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കിട്ടി. അപ്പൊ ബ്ലെസ്സിയുടെ പാരന്റ്സിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അങ്ങനെ നല്ല അടിപൊളി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റിട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ വിഷ് ചെയ്ത് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാണ്. ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പാളച്ചനും എത്തിയിട്ടുണ്ട്. അപ്പൊ പ്രിൻസിപ്പാളച്ചനായിട്ട് ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ബ്ലെസ്സി ഫാമിലി അച്ഛനെയും കൂട്ടി വീണ്ടും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നീങ്ങാണ്. അപ്പൊ ഫുഡിനായാലും നമുക്ക് ലൈനിൽ തന്നെ നിൽക്കണം. അപ്പൊ അങ്ങനെ ലൈനിൽ നിന്ന് ഞങ്ങളിതാ ഫുഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വീറ്റ് ഐറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബൈ ബൈ പറഞ്ഞു പോരുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് ഞങ്ങൾ വീണ്ടും എല്ലാവരെയൊക്കെ കൂട്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വീണ്ടും ഇത്രയും വലിയ ഗ്രൂപ്പല്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും കണ്ടപ്പോൾ ഒക്കെ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞതേ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.